കണ്ണൂർ വളക്കയിലുണ്ടായ സ്കൂൾ ബസ് അപകടത്തിൽ മരിച്ച നേദ്യ രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അപകടമുണ്ടാക്കിയ ബസ്സിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തും. സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, ഡ്രൈവർ പറഞ്ഞിരുന്നത് ബ്രേക്ക് പൊട്ടി എന്നായിരുന്നു. പിന്നീട് പരിശോധിച്ചപ്പോൾ അതല്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നാണ് മനസ്സിലാവുന്നത്? ഈ സംഭവത്തിൽ കൃത്യമായി ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, അശ്രദ്ധ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ അത് വ്യക്തമായിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് തളിപ്പറമ്പ് RTOയ്ക്ക് ഈ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതും. ഇന്നലെ നടത്തിയ പരിശോധനയിൽ തന്നെ ഈ വാഹനത്തിന്റെ യന്ത്രഭാഗങ്ങൾക്കോ കേടുപാടുകൾ ഉണ്ടായിരുന്നില്ല, അത്തരത്തിൽ സാങ്കേതിക തകരാർ വാഹനത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമായിരുന്നു. ഒപ്പം തന്നെ ബ്രേക്ക് പൊട്ടി എന്ന ഡ്രൈവറുടെ വാദം തള്ളിക്കളയുന്ന വിവരങ്ങൾ ഇന്നലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ വ്യക്തമായതാണ്. ബ്രേക്ക് ഈ അപകട ശേഷവും ബ്രേക്ക് പമ്പ് ചെയ്ത് പരിശോധന നടത്തിയിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. അക്കാര്യത്തിൽ ബ്രേക്കിന് അത്തരം ഒരു പിഴവില്ല എന്ന് തന്നെയാണ് അവരുടെ നിഗമനം. ഇന്നലെ നടത്തിയ പ്രാഥമിക പരിശോധനയ്ക്ക് പുറമെ ഇന്ന് വീണ്ടും പരിശോധനകൾ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നുണ്ട്. അല്പസമയം മുൻപ് ഈ അപകടം നടന്ന വളക്കൈ പാലത്തിന് സമീപമുള്ള സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തിയിരുന്നു. അല്പസമയത്തിനകം ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇന്നലെ അപകടത്തിനിടയായ ബസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധിക്കും. അതിനായി ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയിട്ടുമുണ്ട്. അതിനിടയിൽ നേദ്യ രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം സ്കൂളിലേക്ക്, കുറുമാത്തൂർ ചിന്മയ സ്കൂളിലേക്ക് എത്തിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം സ്കൂളിലേക്ക് എത്തും. 10:45 പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. അത് പൂർത്തിയാക്കി മൃതദേഹം ഏതാനും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ടായിരുന്നു. മൃതദേഹവുമായുള്ള ആംബുലൻസ് ഇപ്പോൾ സ്കൂളിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം സ്കൂളിലെത്തും. സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷമാണ് മൃതദേഹം ചൊറുക്കളയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം വീടിന് സമീപത്ത് തന്നെയുള്ള പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കാനാണ് തീരുമാനം. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാരം ഉണ്ടാവുക. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.